ഇതാണ് നമുക്ക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വേറൊരു ഓണത്തിൻ്റെ ബാനർ. ഇതാണ് അടുത്തൊരു ബാനർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസാണ് ഓരോന്നും നമുക്ക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഇമേജ് ജനറേഷൻ മോഡലാണ് ഫ്ലക്സ്. ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്ലക്സിൻ്റെ 3 മെയിൻ ഫീച്ചേഴ്സാണ്. ഒന്ന്, പ്രിസിഷൻ ഇൻ ടെക്സ്റ്റ് റെൻഡറിങ്. നമ്മുടെ ഇമേജിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഫ്ലക്സ്. രണ്ടാമത്തത്, മാസ്റ്ററി ഓഫ് കോംപ്ലക്സ് കോമ്പോസിഷൻസ് ആണ്. അതായത് നമ്മളുടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഇമേജിൻ്റെ ഉള്ളിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു സീൻ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പറയുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പല എലമെൻറ്റ്സിനെയും അക്യുറേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലക്സിന് കഴിയും. മൂന്നാമത്തെ ഫീച്ചറാണ് എൻഹാൻസ്ഡ് അനാറ്റമിക്കൽ അക്യുറസി. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജിൻ്റെ ഉള്ളിൽ ഹ്യൂമൻ ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടിയും അക്യുറസി കൂടിയിട്ടായിരിക്കും ഫ്ലക്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാം. ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രീ ടൂൾസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സിൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് അവർ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ഫ്ലക്സിൻ്റെ ടെക്സ്റ്റ്. ഇമേജിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഒരു ഇമേജാണ്. ഈ ബോർഡിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകൾ പോലും വളരെ കറക്റ്റായിട്ടാണ് ഫ്ലക്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്ലക്സിന് 3 ഡിഫറെൻറ്റ് വേരിയൻസ് ആണുള്ളത്. ഫ്ലക്സ് പ്രോ, ഫ്ലക്സ് ഡെവ്, ഫ്ലക്സ് ഷെനൽ. ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന 4 ടൂൾസാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ piclumen.com ആണ്. piclumen.com ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവർ പ്രൈസിംഗ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ഫ്രീ ആണ്. പിക്ലൂമൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് മോഡൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജനറേറ്റ് ഫോർ ഫ്രീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും അവരുടെ ഡാഷ്ബോർഡ്. എക്സ്പ്ലോർ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ പിക്ലൂമൻ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമുക്ക് ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ടോപ്പ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലക്സ് ഷെനൽ എന്ന് പറയുന്ന മോഡൽ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലക്സ് ഷെനൽ എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൊടുക്കേണ്ട പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇമേജ് ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് വേണ്ടത് എന്ന് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കൊടുക്കാൻ പോകുന്നത് 16:9 റേഷ്യോ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന 1, 2, 3, 4 എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് എത്ര ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരണം എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 4 എണ്ണം തരണം എന്ന് പറയുകയാണ്. അടുത്ത് ഇവിടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റിങ്സ് നമുക്ക് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. എന്തെങ്കിലും നെഗറ്റീവ് പ്രോംപ്റ്റ്സ് കൊടുക്കണോ, അതായത് നമ്മളുടെ ഇമേജിൽ ഉണ്ടാവാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ നെഗറ്റീവ് പ്രോംപ്റ്റിൽ സെറ്റ് ചെയ്യാം. അടുത്തത് CFG സ്കെയിലാണ്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റും നമ്മുടെ മോഡൽ ജനറേറ്റ് ചെയ്ത് തരാൻ പോകുന്ന ഇമേജും എത്രത്തോളം നമ്മുടെ പ്രോംപ്റ്റുമായിട്ട് സിമിലർ ആയിരിക്കണം എന്നുള്ളതാണ് CFG സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റെപ്സ്. എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. വേണ്ട പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ജനറേറ്റിംഗ് എന്ന് പറയുന്ന ഇത് കാണിക്കും. അത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 വേരിയേഷൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 4 വേരിയേഷൻസ് നമുക്ക് അവർ ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏതാണെന്ന് വെച്ചാൽ വ്യൂ ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിന് വ്യൂ ചെയ്യാൻ പറ്റും. ഈ ഇമേജിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. .png ഫോർമാറ്റിൽ നമ്മുടെ ഇമേജിനെ ഡൗൺലോഡായിട്ട് നമുക്കിവിടെ കിട്ടും. അടുത്തൊരു പ്രോംപ്റ്റ് കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 4 ഇമേജ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഇമേജസ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസാണ്. ഓരോന്നും നമുക്ക്
ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഫ്ലക്സിൻ്റെ ഒരു മേജർ ഫീച്ചറായിരുന്നു ഹ്യൂമൻ ഫീച്ചേഴ്സ് എല്ലാം വളരെ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ ഓരോ ഇമേജസും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസാണ്. ഇതിലൊന്നും ഒരു യൂഷ്വലി നമ്മൾ ചില AI ഇമേജ് ജനറേഷൻ മോഡൽസ് യൂസ് ചെയ്യുമ്പം ഈ ഫിംഗേഴ്സൊന്നും കറക്റ്റായിട്ട് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ഇമേജുകളിലെല്ലാം വളരെ കറക്റ്റായിട്ടാണ് അതെല്ലാം ഫ്ലക്സ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഫ്ലക്സിൻ്റെ ഡെവ് മോഡൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് huggingface.com/spaces/back4slabs എന്ന് പറയുന്ന ഈ URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ URL പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലക്സിൻ്റെ ഡെവ് മോഡൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഒരു പ്രോംപ്റ്റ്സ് റൺ ചെയ്ത് നോക്കാം. ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഗൈഡൻസ് സ്കെയില് നമ്പർ ഓഫ് ഇൻഫറൻസ് സ്റ്റെപ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഞാനിങ്ങനെയായിരുന്നു പ്രോംപ്റ്റ് കൊടുത്തിരുന്നത്. ഒരു മജസ്റ്റിക് മൗണ്ടൻ റേഞ്ച് അറ്റ് സൺറൈസ് സമയത്ത് അതിൻ്റെ പീക്സൊക്കെ സ്നോ വെച്ച് കവേർഡ് ആയിരിക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ കൊടുത്തിരുന്ന പ്രോംപ്റ്റ്. അതുപോലെ തന്നെ ഒരു ലേക്ക് ഉണ്ടായിരിക്കണം. ആ ലേക്കിൽ നമ്മുടെ മൗണ്ടൻ ബേസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഫ്ലക്സ് ഡെവ് മോഡൽ ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. ഫ്ലക്സ് ഷെനലിനേക്കാളും നെക്സ്റ്റ് വരുന്ന മോഡലാണ് ഫ്ലക്സ് ഡെവ് മോഡൽ. അപ്പോൾ ഈ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. WebP ഫോർമാറ്റിലാണ് ഡൗൺലോഡായി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജ്. ഫ്ലക്സ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടൂളാണ് glyph.app എന്ന് പറയുന്നതിൽ പോവാം. ഇതിൻ്റെയും URL ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ URL പോയതിന് ശേഷം ബിൽഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ബിൽഡിംഗ് വിത്ത് ഗിഫ് ബ്ലോക്സ് കൊടുക്കുക. ഇങ്ങനെ ഒരു പോപ്പപ്പ് വിൻഡോ കാണിക്കും. ഇതിൻ്റെ ഉള്ളിൽ AI ഇമേജ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവാം. അവിടെ ഇമേജ് ജനറേറ്റർ എന്ന് കാണും. ഇത് ക്ലിക്ക് ചെയ്യണം നമ്മൾ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഇമേജ് ജനറേഷൻ മോഡൽസ് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലക്സിൻ്റെ 3 വേരിയൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് പ്രോ ഉണ്ട്, ഫ്ലക്സ് ഡെവ് ഉണ്ട്, ഫ്ലക്സ് ഷെനൽ ഉണ്ട്. ഇത് 3ഉം നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്ലക്സ് പ്രോ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫ്ലക്സ് ഷെനലും ഫ്ലക്സ് ഡെവും നമ്മൾ ട്രൈ ചെയ്തു. ഇനി ഫ്ലക്സ് പ്രോ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഇമേജ് സൈസസ് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെയും അഡ്വാൻസ്ഡ് കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര സ്റ്റെപ്സിൽ ജനറേറ്റ് ചെയ്യണം, പ്രോംപ്റ്റിൻ്റെ പവർ, നമ്മുടെ കൊടുക്കുന്ന പ്രോംപ്റ്റായിട്ട് എത്രത്തോളം ക്ലോസർ ആയിരിക്കണം നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇമേജ് ജനറേറ്റ് ആവും. നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത ഇമേജാണിത്. വേറൊരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ഇത് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വെച്ച് ജനറേറ്റ് ചെയ്ത ഇമേജാണ്. അടുത്ത ടൂളാണ് flux.pro.art എന്ന് പറയുന്ന ഈ URL പോവാം. ഈ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വേണ്ട ആസ്പെക്ട് റേഷ്യോ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് ലിമിറ്റ് ഉണ്ട്. 20 ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളൂ. പിന്നെ 6 hours കഴിയുമ്പോൾ അത് റീസെറ്റ് ആവും. ഫ്ലക്സ് ജനറേറ്റ് ചെയ്തെന്ന ഇമേജാണിത്. ഗ്ലിഫിനും അതുപോലെ തന്നെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് 20 ഇമേജസ് ആണ് പെർ ഡേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓണം ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ 2 പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഓണം ബാനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിൽ നമുക്ക് മാവേലി ഉണ്ടാവണം, അതുപോലെ ആന വേണം, അതുപോലെ നെറ്റിപ്പട്ടം വേണം എന്നൊക്കെ ഞാൻ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാപ്പി ഓണം എന്ന് പറയുന്ന ടെക്സ്റ്റ് ആ ബാനറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലക്സിൻ്റെ അവർ പറഞ്ഞൊരു ഫീച്ചറാണ് ഇമേജിൻ്റെ ഉള്ളിൽ തന്നെ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യുന്നതിൻ്റെ കേപ്പബിലിറ്റി. അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ റൺ ദിസ് ഗ്ലിഫ് കൊടുക്കുവാണ്. ഇതാണ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഇമേജ്. ഹാപ്പി ഓണം എന്നുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമുക്ക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന വേറൊരു ഓണത്തിൻ്റെ ബാനർ. ഇതാണ് അടുത്തൊരു ബാനർ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, അനദർ ബാനർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ബാനേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റൊക്കെ വളരെ കറക്റ്റാണ് നമുക്ക് ഫ്ലക്സ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് AI ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഓണം വിഷസും ബാനേഴ്സും ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ബാനേഴ്സൊക്കെ സെൻഡ് ചെയ്യാം. അപ്പോൾ ഹാപ്പി ഓണം.